വിജയകുമാർ സാർ ഇവിടെ ആമുഖമായി പറഞ്ഞതുപോലെ ഒപ്പം റിപ്പോർട്ടിൽ കണ്ടതുപോലെ വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെ സംസ്ഥാന സർക്കാർ നൽകിയിട്ടുണ്ട്. വലിയ രോഗങ്ങളെയൊക്കെ ചേർത്ത് തോൽപ്പിച്ചിട്ടുള്ള ചരിത്രം നമ്മുടെ സംസ്ഥാനത്തിനുണ്ട്. പൊതുജനാരോഗ്യ രംഗത്ത് നമ്മൾ വളരെ സജീവമായ ചർച്ചകൾ പലപ്പോഴും നടത്തിയിട്ടുമുണ്ട്. കൊറോണയും നിപ്പയും ഒക്കെ നമ്മൾ നേരിട്ട രീതി. ഇപ്പോൾ വീണ്ടും അമീബയിലേക്ക് വരുമ്പോൾ പാഠപുസ്തകങ്ങളിൽ വളരെ കൗതുകത്തോടെ നമ്മൾ കണ്ട അമീബ, പിന്നീട് രാഷ്ട്രീയത്തിൽ വരെ അമീബ പ്രയോഗമൊക്കെ നമ്മളെ ചിരിപ്പിച്ചിട്ടുണ്ട്, ചിന്തിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ആശങ്കയാണ് അമീബ എന്ന് കേൾക്കുമ്പോൾ. ഈ അമീബ പേടി, എന്തുകൊണ്ട് ഈ ഒരു ജ്വരം ഇത്രയധികം ആശങ്കപ്പെടുത്തുന്നു? എവിടെയായിരുന്നു ഇത്രയും കാലം അമീബ? എന്തുകൊണ്ട് കേരളത്തിൽ ഇത്രയധികം കേസുകൾ ഈ അടുത്ത കാലത്ത്? 80 കേസുകൾ ഈ വർഷം, 21 വിലപ്പെട്ട ജീവനുകൾ പൊലിഞ്ഞിരിക്കുന്നു. വലിയ ആശങ്കയുണ്ട്. എന്ത് തോന്നുന്നു വിജയകുമാർ സാർ? അതായത് 1960-കളിൽ ഓസ്ട്രേലിയയിലെ ഒരു പത്തോളജിസ്റ്റായ ഡോക്ടർ മാൽക്കം ഫോൾഡറാണ് ഈ നെഗ്ലേറിയ ഫൗളറി എന്ന അമീബയെ ആദ്യമായി തിരിച്ചറിഞ്ഞത്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ 1967-നും 2023-നും ഇടയ്ക്ക് ഈ ലോകത്താകമാനം വെറും 450 കേസുകൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. 2016-ലാണ് ആദ്യമായിട്ട് കേരളത്തിൽ ഒരു കേസ് റിപ്പോർട്ട് ചെയ്യുന്നത്, ആലപ്പുഴ ജില്ലയിൽ. തുടർന്ന് 2019-ലും 20, 21, 22 ആ വർഷങ്ങളിൽ പിന്നെ കോഴിക്കോട് ജില്ലയിലും മലപ്പുറത്തും പിന്നെ ആലപ്പുഴ, തൃശ്ശൂർ എന്നീ സ്ഥലങ്ങളിലും റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി. അപ്പം നാളിതുവരെ വെറും 9 ആളുകൾ മാത്രമാണ് ഈ രോഗബാധയിൽ നിന്നും മുക്തി നേടി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. നമുക്കറിയാം, കഴിഞ്ഞ വർഷം കോഴിക്കോട് ഒരു സ്വകാര്യ ആശുപത്രിയിൽ ഈ രോഗം പിടിപെട്ട ഒരു ബാലൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന വാർത്തകൾ നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി കേട്ടതാണ്. കാരണം വളരെ തുടക്കത്തിൽ തന്നെ രോഗം തിരിച്ചറിയാനും അതുവഴി നല്ല ഇടപെടൽ കേരള ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഇടപെടലുണ്ടായി. ജർമ്മനിയിൽ നിന്ന് മിൽട്ടി ഫോഴ്സിൽ നിന്ന് മരുന്ന് വരുത്തി ആ കുട്ടിയെ കൊടുത്തത് കൊണ്ടാണ് ആ കുട്ടി ജീവിതത്തിൽ തിരിച്ചു വന്നത്. എന്നാൽ 2025 ആയപ്പോഴത്തേക്ക് ഈ വർഷം 80 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിൽ 21 മരണം നടന്നു. എത്ര ആശങ്കയോടുകൂടി കാണേണ്ട ഒരു സംഗതിയാണെന്ന് നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടുന്ന ഒരു പ്രശ്നമാണിത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിങ്ങനെ ഈ അടിക്കടി ഇങ്ങനെ വരുന്നത്? എന്തുകൊണ്ടാണ് നേരത്തെ വളരെ കുറച്ച് മാത്രം ഉണ്ടായിരുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ വളരെ ആഴത്തിലുള്ള പഠനം നടക്കേണ്ടിയിരിക്കുന്നു. സത്യം പറഞ്ഞാൽ ഇതൊരു അമീബയാണ്, ഏകകോശ ജീവിയാണ്. നമ്മൾ ഈ ഫൈലം പ്രോട്ടിസ്റ്റയിൽപ്പെട്ട കിങ്ഡം പ്രോട്ടിസ്റ്റയിൽപ്പെട്ട ഒരു ജീവിയാണ് അമീബ. അതിനകത്ത് 3 ഘട്ടങ്ങളാണുള്ളത്. ഈ സിസ്റ്റം എന്ന് പറയുന്നൊരു ഘട്ടമുണ്ട്. അത് വളരെ ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ ശേഷിയുള്ള ആ ഒരു ഘട്ടമാണ് സിസ്റ്റം എന്ന് പറയുന്നത്. അതിനുശേഷം ട്രോഫോസോയിറ്റ് എന്ന് പറയുന്ന അടുത്ത സ്റ്റേജിലേക്ക് വരും. ഈ സ്റ്റേജിലുള്ള അമീബയാണ് ആ അമീബയാൽ മലിനപ്പെട്ട കുളത്തിൽ കുളിക്കുകയോ മറ്റോ ചെയ്യുന്ന സമയത്ത് മൂക്കിലെ ശ്ലേഷ്മ സ്ഥലത്തിലൂടെ മ്യൂക്കസ് മെമ്പറൈൻ അവിടെ വളരെ സോഫ്റ്റ് മെമ്പറൈൻ ആയതുകൊണ്ട്, വളരെ മൃദുലമായ മെമ്പറൈൻ ആയതുകൊണ്ട്, സ്ഥലമായതുകൊണ്ട് അതിന് നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശനം തരപ്പെടുന്നു. അവിടെ നിന്ന് മണമറിയാനുള്ള മൂക്കിലെ കോശത്തെയും തലച്ചോറിനെയും ബന്ധിപ്പിക്കുന്ന ഞരമ്പുണ്ട്, ഓൾഫാക്ടറി നെർവ് എന്ന് പറയും. അതുവഴിയാണ് തലച്ചോറിലെത്തുന്നത്.